ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ത്യക്കാർക്ക് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ നേരിട്ട് കാണാൻ ഒരു അവസരം വീണ് കിട്ടിയിരിക്കുകയാണ്. ഇത് മറ്റേ മെസ്സിയെ വിളിക്കാൻ സ്പെയിനിൽ പോയി മെസ്സിയെ കിട്ടിയില്ല, ചിലവ് 13 ലക്ഷം, ആ പരിപാടിയല്ല. റിയൽ ആയിട്ട് തന്നെ AFC ചാമ്പ്യൻസ് ലീഗിന്റെ യോഗ്യത റൗണ്ടിൽ FC ഗോവ അൽഷിബ് FCയെ പരാജയപ്പെടുത്തിയിട്ട് AFC ചാമ്പ്യൻസ് ലീഗ് 2 ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. ആ സെയിം ഗ്രൂപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്ന ക്ലബ്ബായിട്ടുള്ള അൽ നാസറും ഉൾപ്പെട്ടിട്ടുണ്ട്. സോ അവരുടെ എവേ ഗെയിം, അതായത് FC ഗോവയുടെ ഹോം ഗെയിമിൽ പ്ലേയേഴ്സ് ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. സോ റൊണാൾഡോ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. പക്ഷെ എന്നാലും റിയൽ ആയിട്ട് തന്നെ ആ ഒരു സ്പോട്ട് നേടിയെടുക്കാൻ FC ഗോവയ്ക്ക് സാധിച്ചിരിക്കുകയാണ്. അതിന് ആ ഒരു വഴി ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു യോഗ്യത റൗണ്ടിലെ FC ഗോവയുടെ ഒരു വിജയമാണ്. 2-1 ഒരു ഗോൾ മാർജിനിലാണ് FC ഗോവ ആ ഒരു ഒമാനിയൻ ക്ലബിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു ടീം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ക്വാളിഫൈ ആയിട്ടുള്ള AFC ചാമ്പ്യൻസ് ലീഗ് 2 2022 വിൻ ചെയ്ത ടീം കൂടിയാണ്. സോ അത്രയും ടഫായിട്ടുള്ള ഒരു ടീമിനെ മനോലോ മാർക്കസ് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് തോൽപ്പിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. സോ ആ ഒരു എക്സ്പോഷർ വെച്ചിട്ട് കുറച്ചുകൂടി ടഫായിട്ടുള്ള ടീമുകളെ നേരിടുമ്പോൾ എത്രത്തോളം പ്രതീക്ഷ നമുക്ക് FC ഗോവയിൽ അർപ്പിക്കാം എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഒമാനിയൻ ക്ലബിനെ എങ്ങനെയാണ് മനോലോ മാർക്കസ് കീഴ്പ്പെടുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഉത്തരം ഡിഫെൻസീവ് ഡിസിപ്ലിൻ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു സ്ട്രോങ് ടീമിനെ നേരിടുന്ന സമയത്ത് പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു ക്ലീഷ്യ ഗെയിം സ്റ്റൈലാണ് ബെസ്റ്റ് പാർക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് മാക്സിമം ഡിഫെൻഡ് ചെയ്ത് കിട്ടുന്ന ഒരു അവസരത്തിൽ കൗണ്ടർ അറ്റാക്കിൽ 1-0 ഒരു ഗോളൊക്കെ നേടി അങ്ങനെ ആ രീതിയിൽ വിജയിക്കുന്നത്. പക്ഷേ ഈ ഒരു മാച്ച് കംപ്ലീറ്റ്ലി ഒരു ബെസ്റ്റ് പാർക്കിങ്ങോ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ആ ഒരു മാച്ചിൽ ഫുള്ള് ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലൊന്നും അല്ല കണ്ടിരുന്നത്. അറ്റാക്ക് ചെയ്യേണ്ട സമയത്ത് അറ്റാക്ക് ചെയ്യാനും ബോൾ പോഷൻ വെക്കുന്ന സമയത്ത് ബോൾ പോഷൻ വെക്കാനും അതുപോലെ തന്നെ ഓപ്പണിംഗ് ടീമിനെ ഡിഫെൻസീവിൽ നല്ല രീതിയിൽ തടഞ്ഞു നിർത്തി അവരുടെ ഷോട്ടുകൾ വരെ ഫസ്റ്റ് ഹാഫിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ഷോട്ടുകളാണ് FC ഗോവ ഓൺ ടാർഗറ്റിൽ വരെ നേരിട്ടുള്ളത്. സോ ആ രീതിയിൽ കീഴ്പ്പെടുത്തിയിട്ടുള്ള ഒരു മാച്ച് കൂടിയാണത്. സോ അതിന് ഈ ഒരു മാച്ചിൽ മനോലോ മാർക്കസിനെ സഹായിച്ച ഫോർമേഷൻ 4-4-2. ഈ ഫോർമേഷൻ എത്ര ഹൈപ്പ് കൊടുക്കാൻ കാരണം ഇപ്പോഴും പലർക്കും ഈ ഒരു 4-4-2 എന്ന് പറയുന്ന ഫോർമേഷൻ്റെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ എത്ര മികച്ചതാണ് ഈ ഒരു ഫോർമേഷൻ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇവാൻ ലൂക്ക മോഡ്രിച്ചിന്റെ കീഴിൽ ഒരുപാട് ഇത് യൂസ് ചെയ്ത് പലർക്കും ഇതൊരു മടുപ്പായി മാറിയുള്ള ഒരു ഫോർമേഷനാണ്. പക്ഷേ പല സമയത്തും വളരെ ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ സ്ട്രോങ് ടീമുകളെ, ഇതുപോലുള്ള ടഫായിട്ടുള്ള ടീമുകളെ അട്ടിമറിക്കാൻ പല ടീമുകളെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ ആ ഒരു 4-4-2 പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ ഡിഫെൻസീവ് ആ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടി ഡിഫെൻസീവിലെ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോർമേഷനാണ് 4-4-2. അതേസമയം 2 സ്ട്രൈക്കറും 2 വിങ്ങറും അതുപോലെ തന്നെ 1 ഓഫ് ദ സെൻട്രൽ മിഡൊക്കെ മുന്നോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യാനും ഒഫൻസിലേക്ക് വരാനും അവിടെ ഈ പറഞ്ഞ പോലെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും പോഷൻ ഗെയിം കളിക്കാനും ഒക്കെ ആപ്റ്റ് ആവുന്ന ഒരു ഫോർമേഷൻ കൂടിയാണ്. അതിലെ ഒരു മാച്ചിൽ FC ഗോവയുടെ 4-4-2 ഫോർമേഷനിലെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വരാണെങ്കിൽ സെൻട്രൽ ബാക്കുമാരായിട്ട് സന്ദേശ് സിംഗിനും പുതിയ പ്ലെയറായിട്ടുള്ള പോൾ മൊറേനോ ആണ് ഉണ്ടായിരുന്നത്. ഫുൾ ബാക്സ് ആയിട്ട് ലെഫ്റ്റ് ബാക്കിൽ ആകാശ് സാങ്വാനും റൈറ്റ് ബാക്ക് ആയിട്ട് ബോറിസ് സിംഗും ഉണ്ടായിരുന്നു. ഡബിൾ പിവട്ട് ആ ഒരു സെൻട്രൽ നിൽക്കുന്ന 2 സെൻട്രൽ മിഡ്ഫീൽഡർ അല്ലെങ്കിൽ CMF എന്ന് പറയാൻ പറ്റുന്നത് പുതിയ പ്ലെയർ ആയിട്ടുള്ള ഡേവിഡ് ടിമോറും അതുപോലെ തന്നെ ബോർഹ എരേരയായിരുന്നു. വിങ്ങേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് ഉദാന്ത സിംഗും ഇപ്പുറത്തെ ഡ്രാസിച്ച് ഒരു സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പറ്റുന്ന ആ ഒരു പ്ലെയറിനെ നമ്മൾ ഈ ഒരു മാച്ചിൽ കൂടുതൽ കണ്ടത് ലെഫ്റ്റ് വിങ്ങിലാണ്. അതുപോലെ തന്നെ 2 ഡബിൾ സ്ട്രൈക്കറായിട്ട് കളിച്ചത് സിവറിയും അതുപോലെ തന്നെ ഐക്കർ ഗാരോട്ട്സേനയായിരുന്നു. സോ ഇതായിരുന്നു നമ്മൾ ആ ഒരു ഫോർമേഷൻ. ഓഫ് ദ ബോളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഷേപ്പ് കറക്റ്റ് 4-4-2 ടീം മെയിൻറ്റെയിൻ ചെയ്ത് കാണാം. വിത്ത് ദ ബോൾ കൈവശം വെക്കുന്ന സമയത്ത് ചെറിയ വേരിയേഷൻസ് ഈ ഒരു ഫോർമേഷൻസിൽ മനോലോ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മാച്ചിൽ ഈ ഒരു ഫോർമേഷൻ്റെ ഒരു നട്ടൽ എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു മാച്ചിൽ തന്നെ ഏറ്റവും പിവട്ടൽ ആയിട്ടുള്ള ഒരു റോൾ കൈകാര്യം ചെയ്തിട്ടുള്ള 2 പ്ലേയേഴ്സ്, ആ ഒരു ഡബിൾ പിവട്ട് റോളിൽ വന്നിട്ടുള്ള 2 പ്ലേയേഴ്സാണ് ഡേവിഡ് ടിമോറും അതുപോലെ തന്നെ ബോർഹ ഹെർണാണ്ടസും. അതിലെനിക്ക് ഏറ്റവും ഇംപ്രസീവായിട്ട് തോന്നിയത് പുതിയ പ്ലെയറായിട്ടുള്ള ഡേവിഡ് ടിമോറാണ്. ഒരു പക്ഷേ ISL ഉണ്ടാവുകയാണെങ്കിൽ ഒരു പുതിയ താരോദയം എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ രീതിയിൽ ഇംപ്രസീവായിട്ട് എനിക്ക് തോന്നി. ഒരു ഒറ്റ മാച്ചേ കണ്ടിട്ടുള്ളൂ, പക്ഷേ ആ ഒരു ഒറ്റ മാച്ചിൽ തന്നെ അതിൻ്റെ ഒരു കാപ്പബിലിറ്റി, അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഫോർമേഷൻ തന്നെ ഈ പോസ്റ്റിൽ വരുന്ന ഈ 2 പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് അടിപൊളിയായാൽ തന്നെ ആ ഒരു ഫോർമേഷൻ നല്ല രീതിയിലൊരു ഔട്ട്പുട്ട് തരും. അതിന് മെയിനായിട്ടുള്ളൊരു കാര്യം ഈ പറഞ്ഞ 4-4-2 2 സ്ട്രൈക്കേഴ്സിനെ മാറ്റി എടുത്തു കഴിഞ്ഞാൽ ബാക്കി 8 പേരും ആ ഒരു ഫോർമൻ ഡിഫൻസും മുന്നിൽ വരുന്ന ഒരു ഫോർമൻ മിഡ്ഫീൽഡും ഇത്രയും പ്ലേയേഴ്സ്, ഈ 8 പ്ലേയേഴ്സ് ഡിഫൻസീവിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ വിത്തൗട്ട് ദ ബോളിൽ കാണാൻ സാധിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈഡ് ഏരിയാസിലും സെൻറ്ററിലും കൃത്യമായ രീതിയിൽ ആളെണ്ണം കൂടുതലുള്ളതായിട്ട് കാണാൻ പറ്റും. അതിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഏറ്റവും അധികം ഈ ഫുട്ബോളിൽ പ്രോഗ്രഷൻ നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാസുകൾ നടക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു മിഡിൽ തേർഡിൻ്റെ ആ ഒരു ഏരിയയിലാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മാച്ചിലും റിക്കവറീസ്, പന്ത് റിക്കവർ ചെയ്ത് FC ഗോവ റിക്കവർ ആയിട്ടുള്ള ഒരു ഏരിയ വരുന്നതും ഈ ഏരിയയാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ ആ ഒരു 4-4-2 വന്നിട്ടുള്ള ഇത്രയും പ്ലേയേഴ്സിൻ്റെ സാന്നിധ്യമാണ് അതിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഈ ഡേവിഡ് ടിമോർ അടങ്ങുന്ന ആ ഒരു ഡിഫൻസീവ് മിഡിൽ ആ ഒരു സഖ്യം നോക്കുകയാണെങ്കിൽ പല സമയത്തും ഒരു വൈഡ് ലോക്ക് ആക്കിയിട്ട് വൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫോർമേഷനിൽ ഫുൾ ബാക്കിൻ്റെ ഒരു 7 ലഭിക്കും, അതുപോലെ തന്നെ വിംഗറിൻ്റെ ഒരു 7 ലഭിക്കും. സെൻറ്ററിൽ ഈ പറഞ്ഞ ആ ഒരു 1 ഓഫ് ദ സെൻട്രൽ മിഡ്ഫീൽഡർ പല സമയത്തും ടിമോറിനെയാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ കാണുന്നത്. ഇത്രയും പ്ലേയേഴ്സ് വരുമ്പോൾ തന്നെ ആ ഒരു സെൻറ്ററും വൈഡും കൃത്യമായി ലോക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും പ്ലേയേഴ്സ് അവിടെ തന്നെയായി. സോ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വൈഡിലേക്ക് കളിക്കുന്ന സാഹചര്യത്തിൽ എപ്പോഴും ആ ഒരു ടീം സെൻറ്ററിൽ ഒരു ഓപ്ഷൻ നോക്കുന്നുണ്ടാവും. ആ സമയത്ത് ടിമോർ
ടിമോറിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ മാർക്ക് ചെയ്യുക, പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്യുക. ചില സമയത്ത് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, ഒരു പ്ലെയറുടെ ഒപ്പം നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒപ്പം നിന്ന് ആ ഒരു പാസിംഗ് ഓപ്ഷൻ അവിടെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു പ്ലെയറിന് അല്ലെങ്കിൽ ആ ഒരു ഓപ്പൺ ടീമിന് ഒരു പാസിംഗ് ഓപ്ഷൻ ഇല്ലാതെ വരികയും പല സമയത്തും ബാക്കിലേക്ക് കളിച്ചു പോകാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോഴ്സ്ഫുള്ളി ഫ്രണ്ടിലേക്ക് പാസ് കളിക്കാൻ നേരത്ത് റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പാസ് ഇന്റർസെപ്റ്റ് ചെയ്ത് കൃത്യമായ രീതിയിൽ പൊസിഷൻ റീഗെയിൻ ചെയ്യാൻ FC ഗോവക്ക് പല സമയത്ത് സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു പ്ലെയർ സെൻറ്ററിലേക്കുള്ള പാസുകൾ എപ്പോഴും ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ പ്ലെയറിനൊപ്പം തന്നെ ഓടി വന്ന് ആ ഒരു പ്ലെയറിലേക്കുള്ള പാസിംഗ് ഓപ്ഷൻ കട്ട് ചെയ്യുന്നത് പല സമയത്തും ഈ പറഞ്ഞ പോലെ റിക്കവറീസ്, വൈഡിലുള്ള റിക്കവറീസിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിട്ടുള്ളത് പല സമയത്തും ഒരു എക്സ്ട്രാ ഡിഫൻഡറായിട്ട് ആക്ട് ചെയ്യുന്ന ഇപ്പോൾ ക്രോസ് വരുമ്പോൾ അല്ലെങ്കിൽ കട്ട് ബാക്സ് വരുമ്പോഴൊക്കെ ഡിഫൻസീവ് ലൈൻ ഉണ്ടാവും, ആ ഒരു സെൻറ്റർ ബാക്സ് മാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു ലൈൻ. ആ ലൈൻ്റെ ഫ്രണ്ടിലുള്ള സ്പേസ് എപ്പോഴും ഒരു ഭീഷണിയാണ്. പല സമയത്തും കട്ട് ബാക്കിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ സെക്കൻഡ് ബോളുകളുടെ രൂപത്തിലൊക്കെ ഇങ്ങോട്ട് വരുന്ന ബോളുകൾ കൃത്യമായ രീതിയിൽ ഓപ്പൺ ടീമിൻ്റെ കാലുകളിലേക്ക് എത്താറുണ്ട്. പക്ഷേ ഇവിടെ അവിടെയും ഒരു എക്സ്ട്രാ കെയർ ടിമോർ കൊടുക്കുന്നുണ്ട്. പല സമയത്തും ക്രോസ് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പോഷൻ നോക്കുകയാണെങ്കിൽ ആ ഡിഫൻസീവ് ലൈനിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് അവിടെ പ്ലേസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ആ പോഷൻ, ആ ഒരു ഏരിയ കവർ ചെയ്ത് അവിടെ ഒരു സെക്കൻഡ് ബോൾ വരികയാണെങ്കിലോ ഒരു കട്ട് ബാക്ക് വരികയാണെങ്കിലോ കൃത്യമായ രീതിയിൽ ഒരു പ്ലെയറിനെ റിക്കവർ ചെയ്യാൻ പാകത്തിന് പോഷൻ ചെയ്യുന്നത് പല സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പോഷൻ ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ബോളുകൾ പല സമയത്തും ഇതിന് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു സിറ്റുവേഷനിൽ ഇതുപോലെ ഒരു ഡേഞ്ചറസ് ആവാൻ പറ്റുന്ന, കൃത്യമായ രീതിയിൽ ഒരു ഷോട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഏരിയയിൽ, ആ ഒരു വേക്കൻറ്റ് ഏരിയയിലേക്ക് ഒരു പന്ത് വരുമ്പോൾ അത് നല്ല രീതിയിൽ ഐഡന്റിഫൈ ചെയ്ത് മുന്നോട്ട് കയറി വന്ന ഒരു പന്ത് റിക്കവർ ചെയ്യുന്ന ടിമോറിനെ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇവിടെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഗോൾഡൻ സോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ കവർ ചെയ്യാൻ ടിമോർ പല സമയത്തും ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിട്ടുള്ളത് പല സമയത്തും ഇപ്പോൾ ഈ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്, വിത്ത് ബോൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ ബാക്കും വിങ്ങറും ഓവർലാപ്പ് ചെയ്യും. ആൻഡ് ആ സമയത്ത് ആ ഒരു ആരാണോ അഡ്വാൻസ് ചെയ്ത് പോകുന്നത് ആ ഒരു പോർഷൻ കവർ ചെയ്യുന്നൊരു ഡ്യൂട്ടി അത് ബോർഹ ഹെരേരയും എടുക്കുന്നുണ്ട്. പല സമയത്തും ഡിഫൻസീവ് ലൈനിൽ നിന്ന് ഫുൾ ബാക്ക് അഡ്വാൻസ് ചെയ്ത് കയറി പോവുകയോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പ്ലെയർ കയറി പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഡിഫൻസീവ് ലൈനിലേക്ക് ഒരു എക്സ്ട്രാ സെൻറ്റർ ബാക്കായിട്ട് ഒരു എക്സ്ട്രാ ഫുൾ ബാക്കായിട്ട് ആക്ട് ചെയ്യുന്ന ആ രീതിയിൽ ഈ ഒരു പ്ലെയർ ഇറങ്ങി വരുന്ന ഡിഫൻസീവിൽ അത്രയും കെയർ കൊടുക്കുന്ന രീതി കാണുന്നുണ്ട്. ഡിഫൻസീവിലെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഒരു പാസ് എനിക്ക് വളരെ ഇംപ്രസീവായിട്ട് തോന്നി. അത് ഓപ്പൺ ഹാഫിൽ എത്തിയിട്ട് ഓപ്പൺ ഹാഫിൽ ബോക്സിൽ ബോർഹ ഹെരേരയെ കണ്ടെത്തുന്ന ഒരു ടൈപ്പ് ഓഫ് പാസ്സാണ്. സോ ഈ പറഞ്ഞ ഡിഫൻസീവ് കെയറുകൾക്കൊപ്പം തന്നെ ഈ പറഞ്ഞൊരു ഒഫൻസീവ് പാസ് കൂടി കാണുമ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഡിഫൻസ് ആൻഡ് ഒഫൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കെയർ അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ്, പോഷനിങ് അതെല്ലാം ഈ ഒരു മാച്ചിലെ റിക്കവറീസിൽ ഗോവയെ ഹെൽപ്പ് ചെയ്തൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്ലെയർ ബോർഹ ഹെരേരയെ പറയുകയാണെങ്കിൽ ഈ ഒരു മാച്ചിൽ 2 ഗോള് ഗോവ അടിച്ചതിൽ 2നും അസിസ്റ്റ് കൊടുത്തിട്ടുള്ളത് ബോർഹയാണ്. സോ ആ കാര്യം പറയുമ്പോൾ തന്നെ ബോർഹ എന്ന് പറയുന്ന പ്ലെയർ കുറച്ചുകൂടി ഒരു അഡ്വാൻസ് ആയിട്ട് പോകുന്ന ഒരു ഒഫൻസീവിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലും ഈ പ്ലെയറിന് കുറച്ച് ഡിഫൻസീവ് റെസ്പോൺസിബിലിറ്റീസ്. സോ ഈ പറഞ്ഞ ഡിഫൻസും ഒഫൻസും ബാലൻസ് അവിടെ തന്നെ വന്നു കഴിഞ്ഞു. ഒഫൻസീവിൽ നല്ല രീതിയിലുള്ള ബോളുകൾ പ്രൊവൈഡ് ചെയ്യാനും എപ്പോഴൊക്കെ ഗോവ പന്ത് റിക്കവർ ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ ഒരു ബോർഹ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് കയറിപ്പോൾ ഒരു എക്സ്ട്രാ പ്ലെയർ ഫ്രണ്ടിൽ കൊടുക്കുന്ന ഒരു പോക്കറ്റ് ഉണ്ടാവുമല്ലോ, ഈ 4-4-2 എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഏരിയ ആണ്. ആ ഒരു സെൻറ്ററിൽ വരുന്ന ഒരു ഹോൾ, ആ ഒരു ഹോളിലേക്ക് കയറി നിന്ന് ആ ഒരു പോർഷൻ കവർ ചെയ്യുന്ന ഒരു എക്സ്ട്രാ അറ്റാക്ക് മിഡ്ഫീൽഡറായിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിൽ കാണാൻ സാധിക്കും. സോ ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞ ഡിഫൻസും ഒഫൻസുമായി. അതുകൊണ്ടാണ് ഈ 2 പ്ലേയേഴ്സും മികച്ച രീതിയിൽ പെർഫോമൻസ് ഈ ഫോർമേഷനിൽ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ടോട്ടലി നല്ലൊരു ഔട്ട്പുട്ട് ഈ ഒരു ഫോർമേഷന് നൽകാൻ സാധിക്കും എന്ന് പറയാൻ കാരണം. സോ ഇവരുടെ പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ ഗോവയെ വിജയിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ സെൻറ്ററിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി വിങ്ങിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ പ്ലേയേഴ്സ്, വിങ്ങേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഫുൾ ബാക്കിൻ്റെയും സപ്പോർട്ടും ഈ ഒരു മാച്ചിൽ വളരെയധികം ഗോവയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ ഫുൾ ബാക്ക്, വിങ്ങർ, സെൻട്രൽ വരുന്ന ആ ഒരു ഡേവിഡ് ടിമോർ അല്ലെങ്കിൽ ബോർഹ, ഇവർ ഇത്രയും പേര് ചേർന്ന് വിങ്ങിൽ ട്രാപ്പ് വെച്ചിട്ട് റിക്കവർ ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. അവിടെ വിങ്ങേഴ്സിൻ്റെ പോഷനിങ്, ഉദാന്തയും ട്രാസിച്ചും പേസുള്ള, വളരെ പെട്ടെന്ന് ഇറങ്ങി വരാനും വളരെ പെട്ടെന്ന് മുന്നോട്ട് കയറിപ്പോകാനും എബിലിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. ആൻഡ് അവർക്ക് കൊടുക്കുന്ന ഒരു ഡിഫൻസീവ് ഡ്യൂട്ടി അല്ലെങ്കിൽ അവരെടുത്തിട്ടുള്ള ഒരു ഡിഫൻസീവ് റെസ്പോൺസിബിലിറ്റിയും ഈ ഒരു മാച്ചിൽ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡ്രാസിച്ച് ഒരു വിങ്ങറാണ്, ഒരു ഫോർവേഡായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ആ ഒരു പ്ലെയർ സ്റ്റിൽ അവിടെ ഒരു പ്ലെയർ ബാക്കിലേക്ക് റണ്ണ് കൊടുക്കുമ്പോൾ, ഒരു എക്സ്ട്രാ പ്ലെയർ റണ്ണ് കൊടുക്കുമ്പോൾ കൃത്യമായ രീതിയിൽ ആ ഒരു പ്ലെയറിനെ മാർക്ക് ചെയ്ത് ഇറങ്ങി പോവുകയും ആ ഒരു പന്ത് റിക്കവർ ചെയ്യാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു ഫോർമേഷനിൽ വിങ്ങേഴ്സിന് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. റൈറ്റ് വിങ്ങിലേക്ക് വരാണെങ്കിൽ അവിടെ ഉദാന്തയുടെ റിക്കവറീസും, ഉദാന്ത ഈ പറഞ്ഞ റൈറ്റ് ബാക്കിനെ ഹെൽപ്പ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, ഡിഫൻസീവിൽ റിക്കവറീസ് കൊണ്ടുവരുന്ന മൂവ്മെൻറ്റ്സ് നമുക്ക് അവിടെയും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫുൾ ബാക്ക് ആകാശ് സാങ്വാനും അതുപോലെ തന്നെ ബോറിസ് സിംഗും 2 പേരുടെയും ഈ പറഞ്ഞ റിക്കവറീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ഇവരെ ഓഫൻസീവിൽ ഓവർലാപ്പ് ചെയ്യാൻ വിട്ടിട്ടില്ല. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഇത്രയും പ്ലേയേഴ്സിൻ്റെ സപ്പോർട്ട് വരുമ്പോൾ ഫുൾ ബാക്കിന് ഒരു ഓവർലോഡ് അവിടെ വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലൊക്കെ ആയിട്ട് വിങ്ങിൽ വരുന്ന റിക്കവറീസിൽ ഫുൾ ബാക്കിൻ്റെ ആകാശ് സാങ്വാനാണെങ്കിലും ബോറിസ് സിംഗിൻ്റെയും സാന്നിധ്യവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സോ 8 പ്ലേയേഴ്സിൽ ഇനി പറയാൻ ബാക്കിയുള്ള 2 പ്ലേയേഴ്സ്, സന്ദേശ് സിംഗിനും അതുപോലെ തന്നെ പോൾ മൊറേനും, ആ ഒരു സെൻറ്റർ ബാക്ക് പെയർ, ഇവരുടെ പെർഫോമൻസും ഈ ഒരു മാച്ചിൽ വളരെ നന്നായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് പുതിയ പ്ലെയറായുള്ള പോൾ മൊറേനോ, പലർക്കും ഇദ്ദേഹം സൈൻ ചെയ്തപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനം വന്നത് ഏജ് കൂടുതലാണ്, അതുകൊണ്ട് പെർഫോമൻസ് മോശമാകാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ 2ാമത്തെ
മിനിറ്റ് തന്നെ ഇതിൻ്റെ ഒരു ആക്രോബാറ്റിക് ക്ലിയറൻസ് നമ്മൾ കാണുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. അല്ലെങ്കിൽ ഏജ് ഇദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ, ഫ്ലെക്സിബിലിറ്റിയെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനെല്ലാം ആ ഒരു ഡിബേറ്റിനെല്ലാം അവിടെ തന്നെ ഒരു ഉത്തരം രണ്ടാമത്തെ മിനിറ്റ് തന്നെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പലപ്പോഴും ഈ ഒരു മാച്ചിൽ ഗുണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പ്ലേയേഴ്സിനെ നോക്കി പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്യുന്ന പോസിഷൻ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ നന്നായിട്ട് വളരെ കൃത്യമായിട്ട് ഈ ഒരു മാച്ചിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് പലപ്പോഴും ക്രോസുകൾ വരുമ്പോഴും ഈ ബോക്സിനകത്തേക്കുള്ള പാസുകൾ വരുമ്പോഴൊക്കെ വളരെ നന്നായിട്ട് അതൊരു സെക്കൻഡ് ബോളിലേക്ക് പോകാതെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ബാക്കിലേക്ക് ആ ഒരു പന്ത് പോകാതെ കൃത്യമായ രീതിയിൽ പോസിഷൻ ചെയ്ത് റിക്കവർ ചെയ്യുന്ന, ഇന്റർസെപ്റ്റ് ചെയ്യുന്ന, ക്ലിയർ ചെയ്യുന്ന പോൾ മറോനെ കാണുന്നുണ്ട്. സോ അദ്ദേഹവും ഈ ഒരു മാച്ചിൽ വളരെ നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. പിന്നുള്ള ഒരാൾ സന്ദേശ് ജിങ്കൻ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ജിങ്കൻ ഏതാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ ഒരു പെർഫോമൻസ്, അതിൻ്റെ പ്രസൻസും ഈ ഒരു മാച്ചിൽ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ബ്ലോക്കുകളുടെ രൂപത്തിലും സ്ലൈഡിങ് ടാക്കിളുകളുടെ രൂപത്തിലൊക്കെ ഈ ഒരു മാച്ചിൽ ജിങ്കനും നിറഞ്ഞു നിന്നിട്ടുണ്ട്. സോ ടോട്ടലി ഈ പറഞ്ഞ 8 പ്ലേയേഴ്സ് അവരുടെ ഒരു ഡിഫൻസീവ് ഡിസിപ്ലിൻ, അവർ പോർഷൻ മാനേജ് ചെയ്ത് കളിച്ച് കൃത്യമായ രീതിയിൽ അവർ ഡിഫൻസീവ് സപ്പോർട്ട് കൊടുത്ത് അത് പൊട്ടിയത് അല്ലെങ്കിൽ അവിടെ ഒരു വീക്ക്നെസ് വരുന്നത് 60ാമത്തെ മിനിറ്റിൽ മാത്രമാണ്. അതാണ് ഒരു ഓൺ ടാർഗറ്റ് ഷോട്ടായിട്ട് FC ഗോവയ്ക്കെതിരെ ഓപ്പണന്റ് ഗോൾ അടിക്കുന്നത്. അപ്പോൾ തന്നെ 2 ഗോൾ കൺവേർട്ട് ചെയ്യാനും FC ഗോവയ്ക്ക് സാധിച്ചിരുന്നു. ഇവിടെ ഈ 8 പ്ലേയേഴ്സിനൊപ്പം തന്നെ പല സമയത്തും ഈ സ്ട്രൈക്കറിൻ്റെ ഗരുഡ് സേന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിവറിയുടെ സപ്പോർട്ടും ഇടയ്ക്ക് വരാറുണ്ട്. സോ അങ്ങനെ മാക്സിമം പ്ലേയേഴ്സിനെ ഡിഫൻസീവ്ലി സപ്പോർട്ട് ചെയ്യൊരു ഫോർമേഷനിൽ ഈ ഒരു ടീമിൽ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ഫുൾ ടാക്ടിക്സ്, ഒരു ബെസ്റ്റ് പാർക്കിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിഫൻസീവ് ടാക്ടിക്സ് ഒന്നും ആയിരുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫാക്ടർ ഈ പറഞ്ഞ പന്ത് റിക്കവർ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു പോർഷൻ വേരിയേഷൻ, ഫോർമേഷനിൽ വരുന്ന ചേഞ്ചസ് ആണ്. അവിടെ നേരത്തെ പറഞ്ഞ 2 സ്ട്രൈക്കേഴ്സ് ഓൾറെഡി ഉണ്ട്. ആൻഡ് എപ്പോഴൊക്കെ പന്ത് റിക്കവർ ചെയ്യുന്നുണ്ടോ, ഉദാന്ത നല്ല പേസുള്ള പ്ലെയറാണ്. ഡ്രാസിച്ച് പന്ത് കൈ കിട്ടി കഴിഞ്ഞാൽ ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് കയറിപ്പോയി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. സോ ഇവരെ കണ്ടെത്തുക അല്ലെങ്കിൽ ഇവരിലേക്ക് പന്തുകൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ പന്ത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ FC ഗോവക്ക് ഉണ്ടായിരുന്ന ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ഗോൾ തന്നെ അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. FC ഗോവ വിങ്ങിൽ വെച്ച് തന്നെ പന്ത് റിക്കവർ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ മാക്സിമം പ്ലേയേഴ്സ് 3 പ്ലേയേഴ്സ് അവിടെ ആ ഒരു സമയത്ത് പ്രസൻ്റ് ആണ്. അങ്ങനെ ആ ഒരു പന്ത് റൈറ്റ് സൈഡിൽ വെച്ചിട്ട് റിക്കവർ ചെയ്യുന്നു. നേരെ ബോർഹ ഹെരേര, ക്രിയേറ്റീവ് റോൾ കളിക്കുന്ന പ്ലേ മേക്കർ ആയിട്ടുള്ള ബോർഹ ഹെരേരയ്ക്ക് ഒരു പന്ത് കിട്ടുന്നു. നമ്മൾ ആ ഒരു പന്ത് കിട്ടുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ വിങ്ങിൽ 2 പ്ലേയേഴ്സും ഓവർലാപ്ഡ് ഉണ്ട്. ആൻഡ് അതിൽ ഏറ്റവും അധികം ഓപ്ഷൻ ഉള്ളത് ഡ്രാസിച്ചിനാണ്. ഡ്രാസിച്ചിന് കൃത്യമായ രീതിയിലൊരു ലോങ് ത്രൂ ബോൾ ബോർഹ നൽകുന്നു. ആ ഒരു പന്ത് കൃത്യമായ രീതിയിൽ പിടിച്ചെടുത്ത് ഗോൾ കീപ്പറിനെ ബീറ്റ് ചെയ്ത് കൃത്യമായ ഒരു ഫിനിഷിങ്ങിലൂടെ ഡ്രാസിച്ച് FC ഗോവയ്ക്ക് വേണ്ടി ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. ഇതേ രീതിയിൽ ഇപ്പോൾ പല സമയത്തും പന്ത് റിക്കവർ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ ബോർഹ അഡ്വാൻസ് ചെയ്ത് പോകുന്നതും ഫ്രണ്ടിൽ 2 സ്ട്രൈക്കേഴ്സിൻ്റെ സാന്നിധ്യം കൊണ്ട് വൈഡിൽ വിങ്ങേഴ്സ് പലപ്പോഴും അവൈലബിൾ ആണ്. സോ പന്ത് കിട്ടുന്ന സമയത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അവർക്കൊരു കോമ്പിനേഷൻ കളിച്ച് പന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ, പന്ത് പോർഷൻ കീപ്പ് ചെയ്യാനും അത് എളുപ്പമായിരിക്കും. സോ അവിടെയും ഈ പറഞ്ഞ പോലെ ഫോർമേഷൻ FC ഗോവയ്ക്ക് ബെനിഫിറ്റ് ആവുന്ന രീതി കാണാൻ സാധിച്ചിരുന്നു. സോ വളരെ സിമ്പിളായിട്ട് ഒരുപാട് വേരിയേഷൻസ്, ഒരുപാട് ടാക്ടിക്കലി അഡ്വാൻസ്ഡ് ആയുള്ള കാര്യമൊന്നുമില്ല. സോ നമ്മളെക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ടീമുകളെ നേരിടുമ്പോൾ ഒരുപാട് വേരിയേഷനിൽ പോയി മിസ്റ്റേക്സ് വരുന്നതിനേക്കാൾ നല്ലത് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായി മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ പെർഫോമൻസ് കൊണ്ട് ഈ പറഞ്ഞ പോലെ ഓപ്പണൻറ്റിനെ ഫസ്ട്രേറ്റഡ് ആക്കി അവരുടെ കാര്യങ്ങളൊന്നും നടത്താതെ റിക്കവറീസ് കൊണ്ടുവന്ന് ഡിഫൻസീവ്ലി സ്റ്റെബിലിറ്റി കൃത്യമായ രീതിയിൽ കാണിച്ച് പെർഫോമൻസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ കിട്ടുന്ന അവസരങ്ങളിൽ ഗോൾ സ്കോർ ചെയ്ത് മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളതാണ്. അത് വളരെ സിമ്പിളായിട്ട് വളരെ നീറ്റായിട്ട് FC ഗോവ ഈ ഒരു മാച്ചിൽ കാണിച്ചു തന്നു. ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു ക്ലബ്ബ് പറയാം, നമുക്ക് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നൊന്നും ലഭിക്കാൻ പോകുന്നില്ല. സോ അവരെങ്കിലും നല്ല രീതിയിൽ കളിച്ച് മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച് ട്രോഫീസും അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം. സോ എന്തായാലും ഒരു മാച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേരാൻ ശ്രമിക്കാം. നമുക്ക് അതിൽ മറ്റൊരു കാണാം. ബൈ.